ബന്ധമാണ്. ആ ബന്ധം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ മലയാള അല്ലെങ്കിൽ ഞാൻ സിനിമയിലുള്ള പേരും ബന്ധങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ വന്നിരിക്കുന്നതിന്റെ ഒരു 10 കല്ലുകൾ എന്തായാലും ഇവരൊക്കെയായിട്ടുള്ള സ്നേഹവും ബന്ധവും ഒക്കെയുള്ള നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഇന്നും ഒരേപോലെ കുട്ടികളുണ്ട്. ഇന്നത്തെ അവാർഡുകളെ ഈ ചടങ്ങ് ഒരു കുവൈറ്റ് കൊണ്ടുവരണം നോക്കി അവർക്കെല്ലാം വളരെ സമ്മാനങ്ങൾ വിമോചന പ്രയാണത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ജനപ്രതിനിധികളും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമാണ്. അവരെ നിങ്ങൾ താരങ്ങളാണ്. നിങ്ങൾ താരങ്ങളാണ്. ലക്ഷക്കണക്കിന് കാര്യങ്ങളാണ് ഈ പരിപാടിയൊക്കെ. നന്നായി പഠിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെ പോലെ ഞങ്ങളുടെ ഇഷ്ടതാരങ്ങളായി നിങ്ങൾ ഈ വേദിയിൽ നന്നായി പഠിക്കുക, നല്ല മിടുമിടികളായി, നല്ല മിടുമിടികളെ ആയി ഈ നാളിൽ അഭിമാനമായി വളരെ ഇത്തരം നല്ല നേതൃത്വത്തിലുള്ള സാരികയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഒരേ നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. അവർക്ക് നമ്മളൊന്ന് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ നടന്നുകൊണ്ട് നമ്മളോട് സഹകരിച്ച പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളെ പറ്റി പറയുന്നതിൽ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഒരു നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പോലെ നല്ല പാട്ടുകൾ തന്നെ പാടി അറിയിക്കാനുള്ള അവസരം സിനിമയിൽ വന്ന വളരെ കിട്ടില്ല. 2 ദിവസം വളരെ നല്ല പാട്ടുകൾ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളോടാണ് ഈ മുഖത്തെ മണമില്ല എന്നാണ് ഒരുപാട് അസാധ്യ സൂപ്പർ ഹിറ്റ്സ് പാടിയാണ് ചാക്കോട്. ഏറ്റവും പ്രിയപ്പെട്ട ഒപ്പം തന്നെ ഇപ്പോൾ മനോഹരമായ പ്രസംഗമാണ് മനസ്സിലായി. പക്ഷേ ഒന്നും മനസ്സിലായില്ലല്ലോ. പഠിച്ച് അവിടെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള എൻട്രൻസ് എക്സാം പാസ്സായി ഇപ്പോൾ ഗ്രാമസ്കൂളിൽ ഏത് ഭാഷയും കാണുകയുള്ളൂ. എന്നാലും ഒരു വോയിസ് പോലെ സാധാരണമായി സിനിമ പാട്ടുന്നുണ്ട്. അങ്ങനെ കാണുന്നത് ഞാൻ ഈ സിനിമ വന്നപ്പോൾ എന്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ല ക്യാരക്ടർ ചെയ്യാമെന്നല്ലായിരുന്നു. സിനിമ വളരെ നല്ല പാട്ടുകൾ തന്നെ പാടി ഇറങ്ങിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട നിർമ്മാണ പ്രിയപ്പെട്ട രാഘവൻ, ഇന്ന് നമ്മളെല്ലാവരും കൂടുതൽ കാണുന്നതിനും സംസാരിക്കുന്നതിനെല്ലാം
മുഖ്യ കാരണമായ രണ്ട് പേർ. ഒന്നൊരു സംഘമാണ്, അത് പഠിച്ച് ഇത്രയധികം മാർക്ക് മേടിച്ച് വിജയിച്ച വിദ്യാർത്ഥിനികൾ. രണ്ട്, അവരെ ആദരിക്കണം, അവർക്കൊരു അനുമോദനം നൽകണമെന്ന് തീരുമാനിച്ച CP ട്രസ്റ്റ്. ഇവര് രണ്ടുപേരും ചേർന്നാണ് ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സൗണ്ട് എഞ്ചിനീയറുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ മോണിറ്ററിന് സ്റ്റേജ് മോണിറ്ററിന് ലഭിക്കുന്നതിന്റെ കുറച്ച് നല്ലോണം ഇരട്ടിയാക്കി നന്നാണ്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മളെ കൊടുത്തത് എപ്പോഴും കാണിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ ആത്മഹത്യമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ രസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാണിക്കുന്ന ചില മാതൃകകളാണ് അത് അദ്ദേഹത്തെ അനുഭവിക്കുന്നത്. ഞാൻ പറയാതിരിക്കണമെന്ന് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. പലരും അവരുടെ 10ാം ക്ലാസ് കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ എനിക്ക് ഒരു മാർക്ക് കുറവായിരുന്നു. കിട്ടുന്ന സമ്മാനം നമ്മുടെ കൈകളിലേക്ക് കിട്ടുക, കിട്ടിയ ആ സമ്മാനം നമ്മുടെ ഹോളിലോ വീട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് ഭംഗിയാ കണ്ടിട്ട് വയ്ക്കുക തുടങ്ങിയതാണ് ഓരോ കുട്ടികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പഠനവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഓർത്തെഴുതുന്ന സന്തോഷകരമായ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഈ 1500 കുട്ടികളുടെയും ആ ഒരു ഓർമ്മകളുടെ കുട്ടികളെ പേരിൽ ഇന്നത്തെ ദിവസം കൊടുത്തു വെക്കണം എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളുടെ ആ ഒരു പേരിൽ ഞങ്ങളുടെ കൂടെ പേരെടുത്ത് ചേർത്ത് വെക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി ഓരോരുത്തരെയും അതിൽ തന്നെ രണ്ടുമായി കടന്നുവരികയാണ്. ഒന്ന് ലൈവ് വന്നതിൽ, രണ്ടാമത്തെ ക്രമ നേരത്തെ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ വളരെയധികം കൃത്യമായിട്ട് വന്നു, നിങ്ങളാരെ കണ്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകുന്ന ആവശ്യമില്ല. വളരെ ഞാനും ഒരുപാട് സന്തോഷം. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള ഒരു ഒത്തുചേരലുകളാണ്. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നതിനോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ സന്തോഷം. അത് വാചകത്തിൽ അല്ലെങ്കിൽ വാക്കുകൾ മാത്രമല്ല, ജീവിതത്തിൽ പ്രവർത്തിക്കുക മാത്രമാണെങ്കിൽ അത് ഭാവി തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് മാറാം. അതുകൊണ്ട് പറയുന്ന വാക്കുകൾക്കനുസരിച്ച് എല്ലാവരും കുടുംബം തന്നെയാണ്. അപ്പോ ഒരു ഫംഗ്ഷന് വേണ്ടി അങ്ങനെ വിളിക്കുമ്പോ ഒരിക്കലും അവരുടെ നോ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ നിങ്ങളുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കൂടി എഴുന്നേറ്റ് നിൽക്കാൻ അറിഞ്ഞിരിക്കണം. കേൾക്കുന്ന നമുക്കൊരു പാഠം പഠിക്കാം. മക്കളെ, സക്സസിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യും. അത് ഏത് തൊഴിലായാലും, എന്റെ തൊഴിലായാലും, സിനിമ നടനായാലും, സംവിധായകനായാലും ഒക്കെ നമുക്ക് ഹാർഡ് വർക്കാണ്. സക്സസ് കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ ഭാവിയിൽ എന്തായിരിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ്.
ഉന്മൂലനത്തിന് കാരണമാകുന്ന വിപത്താണ് ലഹരി ഉപയോഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സാമൂഹിക ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നതും മുഴുവൻ വസ്തുക്കളുടെയും ഉൽപാദനവും വിതരണവും വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ മുൻനിരയിലുണ്ടാകുമെന്നും എന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ലഹരി ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ലഹരി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നോ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന എന്റേതായ കടമ നിർവഹിക്കുമെന്നും ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു.